റിസർവേഷൻ കാരണം ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ ജോലിയെല്ലാം കൊണ്ടുപോകുന്നേ എന്ന കരച്ചിലിന് ശേഷം ഇവർ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് റിസർവേഷൻ കാരണമാണ് ജാതി നിലനിൽക്കുന്നത്. ഇവിടുത്തെ ചില അപ്പർ കാസ്റ്റ് ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ നരേറ്റീവിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ മേളിൽ പറഞ്ഞത്. റിസർവേഷൻ കിട്ടിയിട്ടും അവരുടെയൊക്കെ റെപ്രസെന്റേഷൻ ഈ മേഖലകളിൽ എത്രത്തോളമാണ്? ഇനി ഇതെല്ലാം പോട്ടെ, ഇവരുടെയൊക്കെ സ്വപ്നം അനുസരിച്ച് റിസർവേഷൻ നിർത്തി എന്ന് കരുതുക. റിസർവേഷൻ നിർത്തലാക്കിയാൽ ജാതി ഇല്ലാതാകുമെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ഈ റിസർവേഷൻ നിലനിന്നിരുന്ന സമയത്ത് ബ്രാഹ്മണനായി ജീവിച്ചിരുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ആ സമയത്ത് തന്നെ ദളിതനായി ജീവിച്ചിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഇവർ കല്യാണാലോചനയായിട്ടൊക്കെ പോകുമായിരിക്കും അല്ലേ? ഒരു പുലയ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ കുറെ കാശുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എത്രയൊക്കെ കാശുണ്ടെങ്കിൽ എന്താ പുലയനല്ലേ എന്ന് പറയുന്ന നാവുകളൊക്കെ ഇല്ലാതാവുമോ? ഒരിക്കലും ഇല്ല. അതിന് ഉദാഹരണമായിട്ട് ഇതൊക്കെ ഇവിടെ കിടന്നോട്ടെ. ഇനി ഇവർ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ നാടകമാണ്. ഇത് ജാതിയല്ല, ഇത് വർണ്ണാസാണ്. ഇവിടെ ജാതി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ എന്റെ അറിവനുസരിച്ച് വർണ്ണാസ് തീരുമാനിക്കുന്നത് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. എങ്കിൽ പിന്നെ ഈ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ദളിതനെ അയാളുടെ ജോലി നോക്കിയിട്ട് ഇവർ ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിലേക്ക് കൂട്ടട്ടെ. ഇതൊക്കെ വർണ്ണാസ് ആണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? ഈ ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇന്ത്യൻ ആർമിയിൽ യോദ്ധാവായിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. ജനിച്ച് വീഴുന്നത് മുതൽ അവൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, നായരാണ്, മേനോനാണ്. അവൻ വളർന്ന് വലുതായി സ്വന്തം ഒക്കുപേഷൻ നോക്കി സ്വന്തം കുലം കണ്ടെത്തിയതൊന്നുമല്ല. അപ്പൊ ഈ റിസർവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നാലായിട്ട് മടക്കി സ്വന്തം പോക്കറ്റിൽ തന്നെ ഇട്ടിരുന്നാൽ മതി.